നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സർക്കാർ. ക്വാറിയിൽ മണ്ണിടിഞ്ഞ് ജനവാസ കേന്ദ്രത്തിലേക്ക് ജലപ്രവാഹം. ആലച്ചേരി എടയാർ കൊളത്തായിൽ ക്വാറിയിൽ സംഭരിച്ച ജലം പൊട്ടിയൊഴുകിയ അപകടം, വൻ ദുരന്തമൊഴിവായത് തലനാരിഴക്ക്. കണിച്ചാർ പഞ്ചായത്തിൽ വീണ്ടും ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയത് 26-ാം മൈലിലെ പൂത്തോട്ടത്തിൽ ജോയിയുടെ സ്ഥലത്ത്. മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീൻ അറസ്റ്റിൽ, കബനിദളത്തെ തകർത്ത് പോലീസ്. അമ്പായത്തോട് തലപ്പുഴ 44-ാം മൈൽ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഇരിട്ടി പേരാവ് റോഡിലെ കുഴിയടക്കൽ പ്രഹസനം, കുഴികളിൽ വീണ് അപകടങ്ങളും നിത്യസംഭവം. വിശദമായ വാർത്തകളിലേക്ക്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് പ്രത്യേക തിരച്ചിൽ നടത്തി. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ചാലിയാർ പുഴയിലും പുഴയൊഴുകുന്ന ഉൾവനത്തിലും സ്റ്റേഷൻ പരിധികളിലും തിരച്ചിൽ നടത്തി. റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നു. ഇതിനിടെ സൈന്യത്തിന്റെ തിരച്ചിലിൽ 4 പേരെ ജീവനോടെ കണ്ടെത്തി. 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്നിന് സമീപത്ത് വെച്ച് കണ്ടെത്തിയത്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തിരിച്ചറിയാത്ത ഭൗതിക ശരീരങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൽപ്പറ്റ നഗരസഭ വൈത്തിരി, മുട്ടിൽ, കണിയാമ്പറ്റ, പടിഞ്ഞാറേത്തറ, തൊണ്ടർനാട്, ഇടവക, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത്. തിരിച്ചറിയാൻ കഴിയാത്ത 74 മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും. മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ്, കൈമാറ്റം, സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് IG ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ന്യൂസ് ഡെസ്ക്, ഹൈവിഷൻ. ക്വാറിയിൽ മണ്ണിടിഞ്ഞ് ജനവാസ കേന്ദ്രത്തിലേക്ക് ജലപ്രവാഹം. ആലച്ചേരി എടയാർ കൊളത്തായിൽ കരിങ്കൽ ക്വാറിയിൽ സംഭരിച്ച ജലം പൊട്ടിയൊഴുകിയാണ് അപകടമുണ്ടായത്. വൻ ദുരന്തമൊഴിവായത് തലനാരിഴക്ക്. കോളയാട് പഞ്ചായത്തിലെ എടയാർ കൊളത്തായി ജനവാസ കേന്ദ്രത്തിന് മുകളിലായി പ്രവർത്തിക്കുന്ന മലബാർ കരിങ്കൽ ക്വാറിയിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നിടത്ത് മണ്ണിടിഞ്ഞാണ് ഉരുൾപൊട്ടലിന് സമാനമായി കല്ലും മണ്ണും ചെളിവെള്ളവും ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. 2 ആഴ്ച മുമ്പ് വട്ടിപ്പുറത്ത് സംഭവിച്ച അപകടത്തിന് സമാനമായി മലബാർ ക്രഷറിൽ നിന്നും വെള്ളം സംഭരിച്ച സ്ഥലത്ത് മണ്ണിടിഞ്ഞതാണ് അപകടത്തിന് ഇടയാക്കിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ഉരുൾപൊട്ടൽ കണക്കെ കല്ലും മണ്ണും ചെളിയും വീട്ടുമുറ്റത്ത് വരെ എത്തിയതോടെ കുട്ടികളെയും പ്രായമായവരെയും ഉൾപ്പെടെ വീട്ടുകാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്നാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ പറയുന്നത്. 4 മീറ്റർ ദൂരെ പായി കഴിഞ്ഞ് പ്രായമുള്ള അവരെ വരെ കൂട്ടിയിട്ട് എന്നിട്ടാണ് വെള്ളത്തിന്റെ നിക്കല് കണ്ടാലും നമ്മൾക്ക് അങ്ങനെ ഓടാനാവില്ല. എല്ലാവരും രോഗികളും ഇപ്പം ശക്തമായിട്ട് മഴ പെയ്തവരെ ആ കോറയിലുള്ള മണ്ണ് മൊത്തം വെള്ളത്തിൽ ഇടിഞ്ഞു വന്നിട്ട് വെള്ളവും മണ്ണും അടക്കം ഇങ്ങ് വന്നത്. നമ്മളിവിടുന്ന് എല്ലാവരും ഓടി രക്ഷപ്പെടുന്നതായിട്ട് ഒരാഴ്ചയായിട്ട് ഇപ്പം മഴയായാലും നല്ല പേടിച്ചിട്ട് ഇടുക നിൽക്കുന്നു. ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് ഇടിഞ്ഞിട്ട് 2 ദിവസം മുമ്പേ അത് മൊത്തം ഇടിഞ്ഞിങ്ങനെ ഇറങ്ങി. ഇപ്പൊ ഇങ്ങനെ സൈഡിന്റെ നടുവിൽ പെട്ട പോലെയുള്ള നമ്മൾ ഓടിയത് ഒരു പ്രായമായ ഇവരെല്ലാം എടുത്തിട്ട് നമ്മൾ എവിടെയാ ഓടണ്ട്. വന്നത് ഭയങ്കരമായൊരു എത്തിക്കുന്ന അനുഭവമാണ്. ഒരു പേടിച്ചൊന്നുമല്ല. നമ്മളതിന് താഴെ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ കോറൻ്റെ സൈഡിൽ ഇപ്പോഴും മണ്ണ് കയറി നിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ്റെ പറമ്പൊടിയാറുണ്ട്. ആ മണ്ണ് ഫുള്ള് കോറയിലേക്ക് വരുവാണെങ്കിൽ
ഇടിഞ്ഞ് വരുവാണെങ്കിൽ ഇതിൽ 4 ഇരട്ടി വെള്ളം വന്ന് ഇതിപ്പോൾ അവിടെ വെള്ളം സംഭരിച്ച് നിൽക്കുന്നുണ്ടോ? ഇപ്പം സംഭരിച്ച് നിൽക്കുകയാണ് അവിടെ. നല്ല വെള്ളമുണ്ട്. ആ വെള്ളം മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആലച്ചേരി ഗ്രാമത്തിൻ്റെ കാര്യം പറയണ്ട. ഇതിപ്പോൾ ഒരു ഉരുൾപൊട്ടലിന് സമാനമായിട്ടാണോ വെള്ളം വന്നത്? ഇപ്പോൾ ഉരുൾപൊട്ടലിന് സമാനമായിട്ടാണ് വെള്ളം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് താഴ്ഭാഗത്ത് കുറേ വീടുകളുണ്ടോ? താഴത്തെ വീടുകളിലൊക്കെ മിറ്റം നിറയെ ചെളികളായിരുന്നു. ചെളി നിറഞ്ഞിട്ടാവും. ഇത്രയും റവന്യൂ, പഞ്ചായത്ത്, ഫയർഫോഴ്സ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കണിച്ചാർ പഞ്ചായത്തിൽ വീണ്ടും ഭൂമിയിൽ വിള്ളൽ. 26-ാം മൈലിലെ പൂത്തോട്ടത്തിൽ ജോയിയുടെ സ്ഥലത്താണ് വിള്ളൽ കണ്ടെത്തിയത്. കണിച്ചാർ പഞ്ചായത്തിലെ സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റ് ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ട് റോഡ് ഉൾപ്പെടെയുള്ള ഭൂമി 1 മീറ്ററോളം താഴ്ന്നിരുന്നു. ഇതിന് സമാനമായാണ് നെടുമ്പോയിൽ 26-ാം മൈലിലും ഇത്തരത്തിൽ ഭൂമിയിലും വിള്ളൽ കണ്ടെത്തിയത്. 26-ാം മൈലിലെ പൂത്തോട്ടത്തിൽ ജോയിയുടെ സ്ഥലത്താണ് മീറ്ററുകളോളം ദൂരത്തിൽ വിള്ളലുകൾ കണ്ടത്. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാകാം ഇതെന്നാണ് കരുതുന്നത്. നേരത്തെ സെമിനാരി വില്ലയിലെ വിള്ളലുണ്ടായ ഭൂമി അസിസ്റ്റന്റ് കളക്ടർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുകയും പ്രദേശവാസികളെ പൂളക്കുറ്റി സെൻറ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. സെമിനാരി വില്ലയിലും 26-ാം മൈലിലും കൂടി ഭൂമിയിൽ വിള്ളൽ കണ്ട സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. ഹൈവിഷൻ ന്യൂസ്, കേളകം. കബനിദളത്തെ തകർത്ത് പോലീസ്. അറസ്റ്റിലായ മാവോയിസ്റ്റ് മൊയ്തീനെതിരെ 4 ജില്ലകളിലായി UAPA ഉൾപ്പെടെ 30-ലധികം കേസുകൾ. കണ്ണൂർ, വയനാട് ജില്ലകളിലെ വനമേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കബനിദളം മാവോയിസ്റ്റ് ഗ്രൂപ്പിന്റെ ദക്ഷിണ മേഖല കമാൻഡർ എന്ന് പറയുന്ന CP മൊയ്തീൻ കൂടി പിടിയിലായതോടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഏറെക്കുറെ അവസാനിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ATSന്റെ നീക്കങ്ങളാണ് ഇവരെ വലയിലാക്കിയത്. ആലപ്പുഴയിൽ നിന്നാണ് വ്യാഴാഴ്ച രാത്രി CP മൊയ്തീൻ ATSന്റെ പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ മൊയ്തീൻ ഉൾപ്പെട്ട 4-അംഗ മാവോയിസ്റ്റ് സംഘത്തിലെ 3 പേരെയും പിടികൂടാൻ ATSന് കഴിഞ്ഞു. സംഘത്തിലെ മനോജിനെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചും സോമനെ ഷൊർണൂരിൽ വെച്ചുമാണ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ അവശേഷിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് മാത്രമാണ്. ഇയാൾ കർണാടകത്തിലേക്ക് കടന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇയാൾക്കായും പോലീസ് വലവിരിച്ചിട്ടുണ്ട്. മൊയ്തീനെതിരെ കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോഴിക്കോട് റൂറൽ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി UAPA കേസുകളുണ്ട്. 2019 വയനാട്ടിൽ ലക്കടി റിസോർട്ടിൽ പോലീസുമായി ഉണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP ജലീലിന്റെ സഹോദരനാണ് മൊയ്തീൻ. ജലീലിന്റെ മരണത്തോടെയാണ് മൊയ്തീൻ കബനിദളം എന്ന പേരിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കി വയനാട്, കണ്ണൂർ ജില്ലകളിലെ വനമേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കിയത്. ആരംഭത്തിൽ മൊയ്തീന്റെ സംഘത്തിൽ 15-ലധികം പേർ ഉണ്ടായിരുന്നു. വനമേഖല മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘം പോലീസിനും കാര്യമായ തലവേദന ഉണ്ടാക്കിയിരുന്നില്ല. 1 വർഷത്തിലധികമായി സംഘം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ആദിവാസി മേഖലകളിലും പിന്നോക്ക മേഖലകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലമാക്കി. ഇതിനിടയിൽ വനം വകുപ്പുമായും പോലീസുമായും മുഖാമുഖം ഏറ്റുമുട്ടുന്നതിലേക്കും വളർന്നു. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പോസ്റ്റർ പ്രചരണങ്ങളും ജനവാസ മേഖലയിൽ എത്തി ആയുധങ്ങളുമേന്തിയുള്ള പ്രകടനങ്ങളും പോലീസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തോടും മാക്കൂട്ടം ബ്രഹ്മഗിരി മലനിരകൾക്കും ഇടയിലുള്ള വനമേഖല ഇവരുടെ നിത്യ സഞ്ചാര പാതയായിരുന്നു. മാവോയിസ്റ്റ് ആശയങ്ങളടങ്ങിയ ലഘുലേഖകൾ പതിച്ച് സായുധ പോരാട്ടത്തിന് ആഹ്വാനമൊക്കെ പലതവണ നടത്തിയതും മൊയ്തീന്റെ നേതൃത്വത്തിലായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ആറളം, വയനാട് വനമേഖല കേന്ദ്രീകരിച്ച് തുടരെ പോലീസുമായി 3 ഏറ്റുമുട്ടലുകൾ ഉണ്ടായതോടെയാണ് ഇവരെ പിടികൂടാനുള്ള പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയത്. കബനിദളത്തിന്റെ ശക്തിയും ബുദ്ധികേന്ദ്രവും വനത്തിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിൽ ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ട CP മൊയ്തീനായിരുന്നു. മാവോയിസ്റ്റ് ബാണാസുര ഗ്രൂപ്പിൽ നിന്നും ആന്ധ്ര, തമിഴ്നാട്, കർണാടക വനമേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഗ്രൂപ്പുകളിലുള്ളവരെയും കബനിദളത്തിന്റെ ഭാഗമാക്കാൻ മൊയ്തീന് കഴിഞ്ഞു. അയ്യകുന്ന് പഞ്ചായത്തിലെ ഞെട്ടിത്തോട് വനമേഖലയിൽ മാസങ്ങൾക്ക് മുൻപ് പോലീസിലെ മാവോയിസ്റ്റ് വിരുദ്ധ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലാണ് കബനിദളത്തിന് ശക്തി ക്ഷയത്തിനിടയാക്കിയത്. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായതായി അന്ന് പോലീസ് സ്ഥിരീകരിച്ചുവെങ്കിലും ആളപായത്തെപ്പറ്റിയോ പരിക്കുകളെപ്പറ്റിയോ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റുമുട്ടൽ നടന്ന് 45 ദിവസത്തിന് ശേഷം മാവോവാദികളിൽ നിന്നു തന്നെ ഇതിന് സ്ഥിരീകരണം ഉണ്ടാവുകയും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ കവിത എന്ന മാവോവാദി രക്തസാക്ഷിത്വം വരിച്ചതായും കാണിച്ച് മാവോയിസ്റ്റുകളുടെ പേരിൽ വയനാട് മേഖലയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞെട്ടിത്തോട് വനമേഖലയിൽ നിന്നും പോലീസിന് അന്ന് വിലപ്പെട്ട വിവരങ്ങളും ആയുധങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല.
ഇതിനിടയിൽ കബനിതളത്തിൽ ഭിന്നതയുണ്ടായി. ഇതിന് പിന്നാലെയാണ് മൊയ്തീൻ ഉൾപ്പെടെ 4 പേർ കാടിറങ്ങിയ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മൊബൈൽ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാത്ത സംഘത്തെ പോലീസ് കൃത്യമായി പിന്തുടരുകയായിരുന്നു. നേരത്തെ പിടിയിലായ മനോജും സോമനും അന്വേഷണത്തോട് കാര്യമായി സഹകരിക്കാത്തത് പോലീസിന് പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടുണ്ട്. മൊയ്തീൻ കൂടി പിടിയിലായതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മൊയ്തീനെ തെളിവെടുപ്പിനായി അയ്യങ്കുന്ന് ആറളം മേഖലകളിൽ എത്തിക്കും. ഇവർ കൈവശം വെച്ചിരുന്ന ആയുധങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. അമ്പായത്തോട് തലപ്പുഴ 44-ാം മൈൽ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പലതവണ ഈ ആവശ്യമുന്നയിച്ച് മന്ത്രിമാർക്കുൾപ്പെടെ നിവേദനങ്ങൾ നൽകുമ്പോൾ അതിനെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നില്ലെന്നും MLA ഇരിട്ടിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട്ടിലേക്ക് എളുപ്പവും ചുരരഹിത പാതയുമായ അമ്പായത്തോട് തലപ്പുഴ 44-ാം മൈൽ റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇനിയെങ്കിലും വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. വയനാട്ടിലെ ഈ ദുരന്തമുഖത്തുൾപ്പെടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സാധന സാമഗ്രികളും അവശ്യവസ്തുക്കളും കൊണ്ടുപോയത് പാൽച്ചുരം റോഡ് വഴിയാണ്. എപ്പോഴും മഴക്കാലത്ത് അപകട ഭീഷണി ഉയർത്തുന്ന നെടുമ്പോയിൽ ചുരം റോഡ് അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ അതിലും വലിയ അപകട ഭീതിയാണ് പാൽച്ചുരം റോഡിലുമുള്ളത്. ഇതിനെല്ലാം പരിഹാരമായി അമ്പായത്തോട് തലപ്പുഴ 44-ാം മൈൽ റോഡ് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. എന്നാൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ നിരവധി തവണ ബന്ധപ്പെട്ടവർക്കെല്ലാം നിവേദനങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടി ഈ റോഡ് പരിഗണനയിൽ ഇല്ലെന്നാണ്. മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ഇത് വേണ്ട ഗൗരവത്തിൽ എടുക്കാതെയാണ് മറുപടി നൽകിയത് എന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിന് മന്ത്രിയുടെ മറുപടിയാണ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ അമ്പായത്തോട് ബോയ്സ് ടൗൺ റോഡിലെ 44-ാം മൈൽ ചുരരഹിത പാത നിർമ്മാണം നിലവിൽ പരിഗണനയിലില്ല. ഇത് വളരെയേറെ നിരാശപ്പെടുത്തുന്നതും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു മറുപടിയാണ്. എനിക്ക് തോന്നുന്ന ഈ മറുപടി ഗൗരവത്തിലല്ല പൊതുമരാമത്ത് വകുപ്പ് ഈ വിഷയത്തെ കണ്ടതും ഈ മറുപടി തയ്യാറാക്കിയത് പോലും ഗൗരവത്തിലല്ല. കാരണം ഇത് ഇന്ന് ഉന്നയിക്കുന്നതല്ല, ഇത് വളരെ നാളുകളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനായിട്ട് പേരാവൂരിൽ ഒരു വിപുലമായ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. അന്ന് ശ്രീമതി ടീച്ചർ MP ഉൾപ്പെടെ പങ്കെടുത്തിരുന്നതാണ്. നിരവധി നിവേദനങ്ങൾ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഴയ പ്രസിഡന്റ് T. പ്രസന്ന ഉൾപ്പെടെ സർവകക്ഷി സംഘം തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശാന്തിഗിരി ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ സന്ദർശിച്ചു. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സന്ദർശനത്തിന് ശേഷം ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. ശാന്തിഗിരി കൈലാസം പടിയിലെ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ച പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ സന്ദർശിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT. അനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ V. ഗീത, ലിസി ജോസഫ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജീവൻ പാലുമി, തോമസ് പുളിക്കണ്ടം, പ്രീത ഗംഗാധരൻ, മെമ്പർമാരായ ജോണി പാമ്പാടി, ബിനു മാനുവൽ, ഷാൻഡി സജി, സുനിത രാജു വാത്യാട്ട്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ CA ജെയിംസ്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരായ ജോർജ് കുട്ടി കുപ്പക്കാട്ട്, അഡ്വക്കേറ്റ് M. രാജൻ, ജോർജ് കാക്കനാട്ട് എന്നിവർ പങ്കെടുത്തു. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ശാന്തിഗിരി കൈലാസം പടിയിലെ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ച പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലെ ക്ഷീരകർഷകരെയും കണ്ണൂർ ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദർശിച്ചു. ശാന്തിഗിരി കൈലാസം പടിയിലെ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ച പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലെ ക്ഷീരകർഷകരെയും കണ്ണൂർ ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദർശിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ സജിനി O, അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ടിങ്കിൾ, ക്ഷീരവികസന ഓഫീസർ നിഷാദ്, ക്ഷീരസംഘം പ്രസിഡന്റ് ജെഫി M. ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ്, പഞ്ചായത്ത് മെമ്പർ ബിനു മാനുവൽ, ക്ഷീരസംഘം സെക്രട്ടറിമാരായ സന്തോഷ് ജോസഫ് മണ്ണാർകുളം, ബിനോയ്, ബീന ഉണ്ണി, പ്രസാദ്, സംഘം ഡയറക്ടർമാർ എന്നിവർ സന്ദർശനം നടത്തി. തുടർന്ന് കർഷകരായ ബേബി പടിയക്കണ്ടം, അച്ചാമ മുദ്രപ്ര, ജസ്റ്റിൻ കുരുവംപ്ലാക്കൽ എന്നിവരുടെ വീടുകളും വിള്ളലുണ്ടായ പ്രദേശങ്ങളും സന്ദർശിച്ചു. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ എത്തിക്കുമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കോൺഫറൻസിലാണ് ഇവിടുത്തെ ക്ഷീരവികസന ഓഫീസർ ഈ വിവരം അറിയിച്ചത്. അടക്കാത്തോട് സംഘത്തിൻ്റെ പരിധിയിൽ വസിക്കുന്ന ഒരുപാട് ക്ഷീരകർഷകരുടെ വീട്ടിൽ
ദുരിതം ഭൂമി പിളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാസയോഗ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാനിവിടെ ഈ ഒരു ക്യാമ്പിലേക്ക് വന്നപ്പോൾ ഒരുപാട് ക്ഷീര കർഷകർ ഇവിടെ ഉള്ളതായിട്ട് നേരിൽ കണ്ടു, അവരോട് സംസാരിച്ചു. നിലവിൽ തൊഴുത്തിൽ പശുക്കളെ കെട്ടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി താമസിക്കുന്ന വീടുകൾ താമസയോഗ്യമല്ല എന്നുള്ളത് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഹൈവിഷൻ ന്യൂസ് കേളകം. പൊതുമരാമത്ത് വകുപ്പിന്റെ കുഴിയടക്കൽ പ്രഹസനമായി. പേരാവൂർ ഇരിട്ടി റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് പരിക്കേൽക്കുന്നത് നിത്യ സംഭവമായി മാറുകയാണ്. പേരാവൂർ ഇരിട്ടി റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഡ്രൈവിംഗിൽ പ്രത്യേക പരിശീലനം തന്നെ വേണ്ടിവരും. അത്രയ്ക്കുണ്ട് റോഡിലെ കുഴികൾ. കാക്കയങ്ങാട് ഉളിയപ്പടിയിലുള്ള റോഡിലെ ഈ കുഴിയുടെ ദൃശ്യം കണ്ടാൽ തന്നെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഏകദേശം മനസ്സിലാവും. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഭവം വാർത്തയിൽ ഉൾപ്പെടുത്തിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പൊതുമരാമത്ത് കുഴിയടക്കൽ നടപടി ആരംഭിച്ചത്. എന്നാൽ ഇത് പ്രഹസനമായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത്. പൈഞ്ചേരി മുക്ക് മുതൽ പൈഞ്ചേരി വായനശാല വരെയാണ് പൊതുമരാമത്ത് നിയോഗിച്ച കരാറുകാർ കുഴിയടച്ചത്. അവശേഷിക്കുന്ന കുഴിയടക്കാനുള്ള നടപടിയൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. അടച്ച കുഴിയാകട്ടെ പഴയ പടിയിൽ തന്നെ. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപകടം കൂടിയെന്ന് പിന്നെ ടൂ വീലർ അപകടത്തിൽപ്പെടുകയാണ്. ബൈക്ക് അതുപോലെ ബസ്സെല്ലോ എതിർഭാഗത്തോട്ട് വരിക വെച്ചാൽ റോഡ് സൈഡിലൊക്കെ എനിക്ക് വരുന്നത് വെച്ചാൽ കുഴിയില്ലത് കൊണ്ട് വല്ലാതെ അപകടം ജാസ്തിയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ടൂ വീലറുകാർക്കാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. വെച്ചാൽ കുഴിയിൽ വീണിട്ട് ഇതിനെക്കുറിച്ച് ഒരു 2 ആഴ്ച മുന്നേ ഒരു ബൈക്കാലം വീണിട്ടെന്തോ സ്ഥലവെത്തോടെ ഇതായതാണ്. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഭവം വാർത്തയിൽ ഉൾപ്പെടുത്തിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പൊതുമരാമത്ത് കുഴിയടക്കൽ നടപടി ആരംഭിച്ചത്. എന്നാൽ ഇത് പ്രഹസനമായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത്. പൈഞ്ചേരി മുക്ക് മുതൽ പൈഞ്ചേരി വായനശാല വരെയാണ് പൊതുമരാമത്ത് നിയോഗിച്ച കരാറുകാർ കുഴിയടച്ചത്. അവശേഷിക്കുന്ന കുഴിയടക്കാനുള്ള നടപടിയൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. അടച്ച കുഴിയാകട്ടെ പഴയ പടിയിൽ തന്നെ. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. രാത്രികാലങ്ങളിൽ മറ്റു വാഹനങ്ങളും കുഴി ശ്രദ്ധയിൽപ്പെടാതെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കാനെങ്കിലും ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വൈഷ്ണവിനെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ ഇരിട്ടിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആർളം ഫാമിൽ തൊഴിൽ എടുക്കുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന ആർളം ഫാം 12-ാം ബ്ലോക്കിലെ വൈഷ്ണവിന്റെ തുടർ ചികിത്സക്കായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവർ രക്ഷാധികാരികളെയും ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ചെയർമാനും ആയിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ അത്താണിയായ വൈഷ്ണവിന്റെ തുടർ ജീവിതം പ്രതിസന്ധിയിലാണ്. മാസങ്ങളായി വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വൈഷ്ണവിന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ ഒരേ കിടപ്പിലാണ്. വൈഷ്ണവിന്റെ ചികിത്സാ സഹായത്തിനായി ചെയർമാൻ, കൺവീനർ എന്നിവരുടെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്ക് കീഴ്പള്ളി ശാഖയിൽ 40450111053436 എന്ന അക്കൗണ്ട് നമ്പർ തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 9074294248 എന്ന നമ്പറിൽ ഗൂഗിൾ പേയുമുണ്ട്. യുവാവിൻ്റെ ജീവിതം തിരിച്ചുപിടിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായ കമ്മിറ്റി നടത്തുകയാണെന്ന് ഭാരവാഹികൾ ഇരട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആനയുടെ ആക്രമണത്തിൽ ഇതുവരെ 3 മാസക്കാലമായി ചികിത്സയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം കണ്ണൂർ മിംസിലാണ് ചികിത്സ, തുടർന്ന് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു വരികയാണ്. വലിയൊരു സാമ്പത്തിക ബാധ്യത ഇപ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സർക്കാർ അതിൻ്റെ ചെലവ് വഹിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപ്പോൾ തുടർ ചികിത്സയ്ക്ക് ഒരുപാട് പണം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MLA, രക്ഷാധികാരി അതുപോലെ ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വേലായുധേട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ ചെയർമാനായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ജനുവേട്ടൻ
കൺവീനറായും ഒരു വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സാമ്പത്തിക സമാഹരണമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ള വൈഷ്ണവിനെ തുടർ ചികിത്സ കൊടുത്തുകൊണ്ട്, നല്ല കാര്യമായ ചികിത്സ കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഇതിനോടകം മിംസ് ആശുപത്രിയിലെ ചികിത്സയിൽ ചെലവായിട്ടുണ്ട്. ഞങ്ങൾ വൈഷ്ണവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അമ്മയും വലിയമ്മയുമാണ് സഹായത്തിനുള്ളത്. ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇനിയും തുടർ ചികിത്സയിലൂടെ മാത്രമേ ചലനശേഷി തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ സ്കൂട്ടിയിൽ പോയ വൈഷ്ണവിനെ ആന തട്ടി തെറിച്ചു വീണ് അതിനുശേഷം എഴുന്നേറ്റിരുന്നതാണ്. ആദ്യത്തെ തട്ടലിൽ വീണതിന് ശേഷം എഴുന്നേറ്റിരുന്ന ആളെ പുറകിൽ നിന്ന് ആന മുമ്പിലത്തെ കൈകൊണ്ട് തൊഴിച്ച് പന്ത് തട്ടുന്നത് പോലെ തൊഴിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതാണ് നട്ടലിന് ക്ഷതം സംഭവിച്ച പരിക്കിലേക്ക് വന്നത്. അപ്പോൾ ഇനി തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും പഴയതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിലേക്കുമുള്ള ഒരു സഹായത്തിനുള്ള ഒരു തുകയാണ് സമാഹരിക്കേണ്ടത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, കൺവീനർ KK ജനാർദ്ദനൻ, ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, KB ഉത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരിട്ടി കുന്നിന് സമീപത്തായി റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി പായം ഗ്രാമപഞ്ചായത്ത്. കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇരിട്ടിപ്പാലത്തിന് സമീപത്തുള്ള അന്തർ സംസ്ഥാന പാതയോരത്തെ ഇരിട്ടിക്കുന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുന്നിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്തെ റോഡിന് മുകളിലേക്ക് മണ്ണ് വീണിരുന്നു. പലയിടങ്ങളിലും മണ്ണ് ഇടിയാറായ അവസ്ഥയിലുമാണ്. ഇത്തരത്തിൽ മഴ തുടരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പായം ഗ്രാമപഞ്ചായത്തും റവന്യൂ വകുപ്പും രംഗത്ത് വന്നത്. കുന്നിൻ്റെ താഴെയുള്ള പുഴയോരത്ത് രാത്രിയിലും പകലും നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട്. ദീർഘദൂര ലോറികൾ അവിടെ പാർക്ക് ചെയ്ത് ഡ്രൈവർമാർ വിശ്രമിക്കുന്ന സ്ഥലം കൂടിയാണിത്. എന്നാൽ വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് പായം പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുവാൻ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയത്. ഈ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ ഇരട്ടി പാലം കഴിഞ്ഞ് തൊട്ടടുത്ത സ്ഥലത്താണ് ഈ വലിയ കുന്ന് ഇടിയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്ത ഉൾപ്പെടെ വന്നതാണ്. പക്ഷേ ഇവിടെയെല്ലാം വലിയ വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യമാണുള്ളത്. ലോറിയും അതുപോലെ തന്നെ കാറും മറ്റു വാഹനങ്ങൾ രാവിലെ കൊണ്ട് മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ഫുൾ ടൈം ആയിട്ട് വാഹനം നിർത്തിയിടുന്നുണ്ട്. പക്ഷേ ഇന്നലെ നമ്മളെ പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഭാവിയിൽ ഈ മഴ കഴിയുന്നത് വരെ തൽക്കാലം ആ സ്ഥിതി തുടരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം. മഴ കുറയുന്നതുവരെ ഈ സംവിധാനം തുടരും. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൂൺ കൃഷിയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായി ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. കൂൺ കൃഷിയിലൂടെ ലഭിച്ച 15,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രോഗ്രാം ഓഫീസർ P. സിബിയുടെ നേതൃത്വത്തിലുള്ള ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് കളക്ടറുടെ ചേംബറിൽ വെച്ച് 15,000 രൂപ ജില്ലാ കളക്ടർ അരുൺ K. വിജയന് കൈമാറി. നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ അംഗീകാരങ്ങൾ കൊയ്ത ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി സ്കൂളിൽ നടത്തിയ കൂൺ കൃഷിയും വിളവെടുപ്പും വിൽപ്പനയും ഏറെ പ്രശംസ നേടിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ കൂൺ കൃഷി വിജയനേട്ടം കൊയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറിയും NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൂൺ കൃഷിക്ക് വിത്തിട്ടത്. 2 വർഷങ്ങളിലായി നടത്തിയ കൂൺ വിൽപ്പനയിലൂടെ ലഭിച്ച സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ഉരുളെടുത്ത വയനാടിന്റെ ദുരിതക്കണ്ണീരൊപ്പാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കാർഷിക വൃത്തിയിൽ പുതിയ തലമുറയെ തൽപരരാക്കുന്നതിനും കൂൺ കൃഷിയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണമെന്നുമുള്ള മാതൃകാപരമായ ലക്ഷ്യവുമായാണ് കൃഷി വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെയും കൂൺ കർഷകരുടെ സഹകരണത്തോടെയും സ്കൂളിൽ കൂൺ കൃഷി ആരംഭിച്ചത്. സ്കൂളിലെ തന്നെ ഒരു കെട്ടിടമുറിയാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ചിപ്പി കൂൺ വിഭാഗത്തിൽപ്പെട്ട ഓയിസ്റ്റർ വിത്തിനമാണ് കൃഷി ചെയ്തത്. 3 ആഴ്ച കൊണ്ട് തന്നെ പാകമായ കൂണിന്റെ വിളവെടുപ്പ് 2 ആഴ്ച മുൻപാണ് നടന്നത്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ KV സുജേഷ് ബാബു, NSS പ്രോഗ്രാം ഓഫീസർ P. സിബി, അധ്യാപകരായ K. ബെൻസിരാജ്, KJ ബിൻസി, TV റീന, മേഘ്ന റാം, NSS ലീഡർ KK നഫ്ല,
കെ റഫ്നാസ്, വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട്ടിലെ മേപ്പാടി ദുരന്ത സ്ഥലത്ത് ആംബുലൻസുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയാണ് ചെമ്പേരിയിലെ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ. വയനാട് മേപ്പാടി ചൂരൽമലയിലെ ദുരന്തമറിഞ്ഞുടൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച ആംബുലൻസുമായി ദുരന്തസ്ഥലത്തേക്ക് ചെമ്പേരിയിൽ നിന്ന് MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫിനോടൊപ്പം എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണ് ചെമ്പേരിയിലെ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ. ചൂരൽമലയിലെ ദുരിതമേഖലയിലെത്തി പരിക്കേറ്റവരെയും മരിച്ചവരെയും ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കാൻ സഹായം നൽകുകയും ചെയ്ത് 2 ദിവസം ദുരന്തമേഖലയിൽ കഴിഞ്ഞു. എരുവേശി പഞ്ചായത്തിലെ ചെമ്പേരിയിലെ സാജു മണ്ഡപത്തിലും ജെറിൻ ജോസുമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിയത്. ദുരന്തസ്ഥലത്ത് കോൺക്രീറ്റ് കട്ടർ, മരം മുറിക്കുന്ന മെഷീൻസ്, ബൂട്ട്സ് എന്നിവ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ജർമ്മനിയിലെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീലറായ ജെറിൻ ജോസിന്റെ നേതൃത്വത്തിൽ 3 ലക്ഷത്തോളം രൂപ വില വരുന്ന മെഷീനുകൾ ദുരന്തസ്ഥലത്തെ ഫയർ റെസ്ക്യൂ ക്യാമ്പിൽ എത്തിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് കൈമാറി. ചെമ്പേരിയിൽ നിന്ന് മൊബൈൽ ഫ്രീസർ, കോൺക്രീറ്റ് കട്ടർ തുടങ്ങിയ മെഷീനുകളുമായി ബിജു പേണ്ടാനത്ത്, ജിൽസൺ വെളിയത്ത്, സാജോ ജോസഫ്, ജെറിൻ നടുവിലക്കുന്നേൽ, ഷൈജു PS, സണ്ണി EC എന്നിവർ ദുരന്തസ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അനിയേരി ചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ P. സനീഷ്, KV ആശ, PK രതീഷ്, PV വിമല, പഞ്ചായത്ത് സെക്രട്ടറി ദിനേശൻ പാറയിൽ, വില്ലേജ് ഓഫീസർ സുദീപൻ, PK മുഹമ്മദ്, KA ഷാജി, രാകേഷ് തില്ലങ്കേരി, MV ശ്രീധരൻ, KV അലി, പ്രദീപൻ പുത്തലത്ത്, PP സുഭാഷ്, N സച്ചു, മുഹമ്മദ് റാഫി, നവീൻ EK, ഹരിഹരൻ ചാളപ്പറമ്പ്, MK സുരേന്ദ്രൻ, അജോഷ് മച്ചൂർമല, സന്ധ്യ KP, PP രമേഷ്, വിനോദ് കാരക്കാട്ട്, മറ്റ് വാർഡ് മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് ഒരു ഷെൽട്ടർ എന്ന രീതിയിലേക്ക് തയ്യാറാക്കിയിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രിയാണ് ഒരു 9 മണിക്കാണ് കലക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലുള്ള ആളുകളുടെയും എല്ലാം നേതൃത്വത്തിൽ നമ്മളെ ഒരു 12 പഞ്ചായത്തുകളെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റ് നടന്നത്. ഒരു 9:30 വരെ ആ ഗൂഗിൾ മീറ്റ് നീണ്ടുപോയി. അപ്പോൾ അതിലവർ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മുടെ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പോലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച 12ഓളം പഞ്ചായത്തുകളിൽ, അതായത് 250 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ ആ പ്രദേശങ്ങളെല്ലാം ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള. തില്ലങ്കേരി പഞ്ചായത്തിൽ ഇതുവരെ 33.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 300 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ച പ്രദേശങ്ങളെ അതീവ ജാഗ്രതാ പ്രദേശമായി കണക്കാക്കണമെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഗൗരവത്തിൽ കാണാനും മുൻകരുതൽ എടുക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വീടിന്റെ അടുക്കളയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. കൊട്ടിയൂർ വെങ്ങലോടിലെ കൈയുള്ളതിൽ മാത്യുവിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പ് പിടുത്ത വിദഗ്ധൻ തോമസ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. നീ ഓടുന്നു ഇങ്ങോട്ട് ഞാൻ കൈ കുടിച്ചു. ഇപ്പുറത്തെ മൂലക്കേക്ക് പോയി. ആ മൂലക്ക് കൊച്ചൊക്കെ കഴിഞ്ഞാൽ പുള്ളി ഒന്ന് മാറിക്കേ. പുള്ളി വലിയ പ്രായം, പുള്ളി ഇച്ചിരി കലിപ്പൊക്കെ ഉണ്ടോ? എന്താ പൊന്നുവന്ന് നീ ആ പൊത്തിക്കറണം. വേറും കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 4 ഞായറാഴ്ച ഇരിട്ടിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കേരള മണി ലെൻഡിംഗ് ആക്ട് അനുസരിച്ച് പണമിടപാട് നടത്തുന്ന ഏക സംഘടനയായ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഞായറാഴ്ച ഇരട്ടിയിൽ വെച്ച് നടക്കുന്നത്. സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ നിർധനരായ രോഗികൾക്കുള്ള സംഘടനയുടെ സഹായ വിതരണം ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത നിർവഹിക്കും. ഈ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ മുൻതൂക്കം നൽകിയാണ് മുന്നോട്ടു പോകുന്നത് എന്നും വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും സഹായം നൽകുമെന്നും ഭാരവാഹികൾ ഇരട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള മണി ലെൻഡിംഗ് ആക്ട് അനുസരിച്ച് പണമിടപാട് നടത്തുന്നവരുടെ ഏക സംഘടനയാണ് AKPBA, ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ. പ്രാദേശിക സംഘടനകളായിരുന്നത് AKPBA എന്ന ഒരു കൊടിക്കീഴിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് 3 പതിറ്റാണ്ടോളമായി. കോട്ടയത്ത് സംസ്ഥാന ഓഫീസും 10,000-ഓളം അംഗങ്ങളുമുള്ള സംഘടന മെമ്പർമാരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും എന്നതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ആനുകാലിക ആവശ്യങ്ങളിലും വീണ്ടും വണ്ണം ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നു. 2018 19 പ്രളയങ്ങൾ, കൊറോണ മഹാമാരി എന്നീ സന്ദർഭങ്ങളിലെല്ലാം സംഘടന അകമഴിഞ്ഞ സഹായം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ അതിദാരുണ ദുരന്തത്തിൽ സഹായം നൽകുന്നതിന് സംഘടന മെമ്പർമാരോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, ട്രഷറർ സെബാസ്റ്റ്യൻ തോമസ്, വൈസ് പ്രസിഡന്റ് TT ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പിന്നോക്ക വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സൗജന്യ കിറ്റ് ഇരട്ടി നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സൗജന്യ കിറ്റ് ഇരട്ടി നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു. ചാവശ്ശേരിപ്പറമ്പ് ടൗൺഷിപ്പ് ഊരിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സോയ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ KP അജേഷ്, K. അനിത, പ്രൊമോട്ടർ നീതു രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കർക്കിടക വാവു ദിവസം ആഗസ്റ്റ് 3, 4 തീയതികളിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പോകാൻ അനുവദിക്കണമെന്നും നൂറുകണക്കിന് വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. വയനാട്ടിലെ ദുരന്തം കാരണം വാഹന നിരോധനമുണ്ടെങ്കിലും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ബലിതർപ്പണത്തിനായി പോകുന്ന ഭക്തരെ ഇതുവഴി യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നും BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് കണ്ണൂർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് JRCയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി മാറി. അരി, പഞ്ചസാര, ചായപ്പൊടി, മറ്റു ധാന്യങ്ങൾ, വെളിച്ചെണ്ണ, വിവിധങ്ങളായ മറ്റു ഭക്ഷ്യസാധനങ്ങൾ, സാനിറ്ററി ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇരിട്ടി താലൂക്ക് ഓഫീസിലെത്തി ഇവർ കൈമാറി. സ്കൂൾ മാനേജർ KT അനൂപ്, PTA പ്രസിഡന്റ് RK ഷൈജു, ഹെഡ്മാസ്റ്റർ പുരുഷോത്തമൻ, സ്റ്റാഫ് സെക്രട്ടറി PN ഷീബ എന്നിവർ നേതൃത്വം നൽകി. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 225, പേരാവൂർ 227, കൊട്ടിയൂർ 227. റബ്ബർ ലോട്ട ഇരിട്ടി 210, പേരാവൂർ 217, കൊട്ടിയൂർ 217. ഒട്ടുപാൽ ഇരിട്ടി 130, പേരാവൂർ 138, കൊട്ടിയൂർ 137. കുരുമുളക് ഇരിട്ടി 635, പേരാവൂർ 645, കൊട്ടിയൂർ 640. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6480, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സർക്കാർ. ക്വാറിയിൽ മണ്ണിടിഞ്ഞ് ജനവാസ കേന്ദ്രത്തിലേക്ക് ജലപ്രവാഹം. ആലച്ചേരി എടയാർ കൊളത്തായിൽ ക്വാറിയിൽ സംഭരിച്ച ജലം പൊട്ടിയൊഴുകിയ അപകടം, വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. കണിച്ചാർ പഞ്ചായത്തിൽ വീണ്ടും ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയത് 26-ാം മൈലിലെ പൂത്തോട്ടത്തിൽ ജോയിയുടെ സ്ഥലത്ത്. മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീൻ അറസ്റ്റിൽ, കബനിദളത്തെ തകർത്ത് പോലീസ്. അമ്പായത്തോട് തലപ്പുഴ 44-ാം മൈൽ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്.
ഇരിട്ടി പേരാവൂർ റോഡിലെ കുഴിയടക്കൽ പ്രഹസനം, കുഴികളിൽ വീണ് അപകടങ്ങളും നിത്യസംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.